പട്ടി പോലതാ പോലതാ പോലതാ. സാവധാൻ സാവധാൻ. ഇനി പോകലതാ. അയാൾ ആ പാവത്തിന് സാവധാനിൽ നിൽക്കുമ്പോഴാണോടാ കന്നാലി പുകല ചോദിക്കണേ? പോകലതാടാ. പുകല വേണോ അല്ലേ? പട്ടി നിനക്ക് പുകല വേണോടാ പൊട്ട? നിന്റെ കുടലയെ കുത്തി വീഴ്ത്തും. മാറിപ്പോയിക്കോ, കൊല്ലും ഞാൻ നിന്നെ. വാടാ, രാത്രി പതുങ്ങിടന്ന് പെണ്ണുങ്ങളെ പേടിപ്പിക്കാനും ഈ ഒന്നിനും കഴിയാത്ത മിണ്ടാപ്രാണിയെ തല്ലാനും ഏത് കോന്തനും കഴിയും. ആണുങ്ങളോടൊരു കൈ നോക്കാൻ കഴിയും. വാടാ, ആണാണെങ്കിൽ വാടാ. ഇനി മേലാലി പരിസരത്തെങ്ങാൻ കണ്ടോട്ടല്ലോ അരിഞ്ഞുകളാ ഞാൻ. നല്ല അസല ആൺകുട്ടി തന്നെ. ചോര. കുഞ്ഞ ഉമ്മ. ആ പറയുന്നതിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. മറ്റേ ആൾക്ക് നെറ്റിയിലൊരു സ്റ്റിച്ചും ഓരോന്ന് കേറി വരുന്നതേ. എന്തിനാ വിഷമിക്കണേ? ഒരു വിഷമവുമില്ല, എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ. വഴക്കിന് പോവില്ല എന്ന് വാക്ക് തന്ന ആള് അത് ശരിക്കും പാലിക്കുന്നുണ്ടല്ലോ. ഇനി എന്നാ കുടി തുടങ്ങണേ? ഏയ്, ഒരിക്കലും ഇല്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ കണ്ടില്ലെന്ന് വെക്ക? തെണ്ടിത്തരത്തിനൊരു അതിരില്ലേ? തലയ്ക്ക് വെളിവില്ലാത്ത മിണ്ടാപ്രാണിയെ തല്ലുമ്പോ നോക്കി നിൽക്കാൻ പറ്റിയില്ല. വല്ലാണ്ട് പൊള്ളിയാക്കണം. ജിജിക്കുട്ടിയെ, എന്തോ? ആ തേനി എടുത്തേ. എന്ത് തേൻ? തേൻ എന്തിനാ മോനെ നാട്ടുകാരോട് പോലെ ഇറക്കാൻ പോണേ? ഞാൻ വാങ്ങി തരണില്ലേ? കൊല്ലും. ആരെ? ഈശ്വര, ഇവരെ ഞാൻ എവിടെ ഒളിപ്പിച്ച് വെച്ചാ രക്ഷിക്കുക? കുഞ്ഞായിരുന്നെങ്കിൽ മടിയിൽ പിടിച്ചിരുത്തി കാക്കയും പൂച്ചയും പറഞ്ഞ് പേടിപ്പിച്ച് ഒതുക്കിയിരുത്തായിരുന്നു. നിന്റെ അമ്മ എനിക്ക് തന്ന ശിക്ഷ. പാവം, ഇതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ആ ഇനി അച്ഛൻ ആ തേനും കൂടി അങ്ങോട്ട് തീർത്തോളൂ. നിന്റെ മുഖത്ത് പരട്ടാൻ വാങ്ങിച്ചു വെച്ചതാ അത്. എനിക്കൊരു സാധനം വാങ്ങി തരാൻ ഇവിടെ ആരുമില്ല. ഞാൻ നിങ്ങളുടെ മോളാണെന്ന് മറക്കണ്ട. എന്തൊരു സ്നേഹം! ആ, ഇങ്ങനെ നാട്ടുകാരുടെ തല്ലുവാങ്ങി വരുമ്പോ ഇവിടെ കയറ്റി കൊഞ്ചിക്കണോണ്ടാ ദുശകനായിട്ട് കോലാലി ഇങ്ങനെ ഇരിക്കണത്. അശ്രീകരം. ഒരു പെൺകുട്ടി വളർന്നു വരിക, ആരെയും അന്വേഷിച്ച് വരണ്ടോ? തറവാടായിട്ട് ഭ്രാന്താന്നാ പറയാ. ആയ കാലത്ത് സംബന്ധമായിട്ട് നടക്കുമ്പോ ഓർക്കണം, അച്ഛൻ എവിടെയെങ്കിലും പോയി പെട്ട് കൂട്ടിക്കൊണ്ടെന്നാണെന്ന് ആരും കരുതില്ല. ഈ അമ്മ ഓടിയപ്പുറം. അശ്രീകരം ഇരിക്കണ കണ്ടില്ലേ? അമ്മ കൈ നോക്കണ, കൈ നോക്കണമ്മ. മലങ്കാവിലപ്പ ഇതാര്? തമ്പ്രാന്തോടിയിലെ നാട് വിട്ടുപോയ ചെറിയമ്പ്രാളാ. ഇന്നത്തെ ദിവസം ഐശ്വര്യാണ്. ആ കൈ ഇങ്ങനെ നീട്ടമ്മ, നോക്കട്ട്. പ്രശ്നമാണമ്മ. വെട്ടും കുത്തും ചോരയും കാണണം. പക്ഷെ ആണ്ടവന്റെ വരപ്രസാദമുണ്ട്. നല്ല കാലം പടിപ്പുരയ്ക്ക് കാത്തു നിൽക്കുകയാണ്. ഒന്ന് കലങ്ങി തെളിയാനുണ്ട്. വീട്ടിലാൾക്ക് ചൂട് കൂടും, വീട്ടിലമ്മയ്ക്ക് പേടി കൂടും, കൊച്ചുമക്കൾക്ക് വെറുതെ മുട്ടും.
നൂറുമേനി കൊയ്തുന്ന അമ്മയാണ് എന്നാ ഒരു നേരത്തെ അന്നത്തിന് മുട്ടുവനായ യോഗൻ. കാലന്റെ കണ്ണ് കാണുന്നുണ്ട് എന്നാ കയറെറിഞ്ഞാ കുടുങ്ങൂല. ചാവും ചാക്കാറും മുട്ടി നിൽക്കും. ആണ്ടവന്റെ നല്ല തുണയുണ്ട്. ഭാഗ്യം ചെയ്തവളാ. 100-ന് 101 ആയസുണ്ട്. കുട്ടികള് നക്ഷത്രങ്ങളാണ്. കാറുമാറിയാ വെട്ടിത്തിളങ്ങും. നല്ല കാലത്തിന് യോഗണ്ട്. ഒരു പഴയ സാരിതാമ്മ. ഇമ്രാള വീടിന്റെ ഐശ്വര്യം പോയിട്ടാ. കാശും പണം ഉണ്ടായിട്ട് എന്താണ്? ഇമ്രാള വീടിന്റെ വിലക്കായിരുന്നില്ലേ? ഇപ്പൊ അവിടെ ആരൊക്കെ താമസം? വല്യമ്പ്രാള് മരിച്ചല്ല. പിന്നെ ഈ അമ്മയുടെ ചേട്ടൻ പ്രാണും ചേട്ടത്തി അമ്പ്രാളും 2 മക്കളും. നിങ്ങളന്ന് ഓടിപ്പോയി നന്നായിണ്ട്. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ കുട്ടിയെ കൊന്നേനി. വല്ലപ്പോഴും പോലീസ് വേഷത്തിൽ വന്ന് നാടും കാടും ഇളക്കും. എല്ലാവർക്കും പേടിയായ ഞാൻ പോരാളെ. ഞാനൊന്നും പറഞ്ഞില്ലേ. ഐശ്വര്യം വരട്ടെ. മോളെ, ഇരിക്കും ഉണ്ണിയേട്ടാ. വേണ്ട കുട്ടി, ഇരിക്കാനുള്ള സ്വസ്ഥത ഇപ്പൊ ഉണ്ണിയേട്ടനില്ല. അത്രയ്ക്ക് കടുകയും ചെയ്തിട്ടാ ഞാനിപ്പോ വരണേ. ഞാനതങ്ങോട്ട് ചെയ്തു. കൊല്ലണേന് തുല്യാണെന്നറിയാം. എന്നാലും ഇവിടെ നാട്ടുകാരുടെ അടിയും കുത്തും കൊള്ളണേലും നല്ലതാ. എന്താ എന്താ ചെയ്തേ? പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കി. ചങ്ങലക്കിട്ടോ മുറിയിൽ പൂട്ടിയിട്ടോ നിർത്താനുള്ള സൂക്കേടില്ല. ഇനി അങ്ങനെ ചെയ്യാച്ചാലും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവിടെ കിടക്കട്ടെ, കണ്ണിന് നേരെ കാണണ്ടല്ലോ. ഇതിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ മോനെ ഉറക്കിക്കിടത്തി അതേ മുറിയിൽ കെട്ടി തൂങ്ങി അവന്റെ അമ്മ മരിച്ചത്. ഞാൻ നോക്കില്ല എന്നോ ചെല്ലില്ല എന്നോ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുകേ. എന്നാ കുട്ടിയെ കൂടെ അങ്ങോട്ട് കൊല്ലാനുള്ള കാരുണ്യം അവള് കാണിച്ചില്ല. അനുഭവിക്കുക ഇപ്പോ. പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ പാരീജവിലോചനേ ബാലേ മിഥീലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. എന്താ ശോഭേ? ദുസ്വപ്നം കണ്ടിട്ടുണ്ടാവും. വേണ്ടാത്തൊക്കെ ആലോചിച്ച് കിടന്നിട്ടല്ലേ? എന്താ കണ്ടേ? ഒന്നുമില്ല, വല്ലാത്ത പേടി. എന്തോ സംഭവിക്കാൻ പോണ പോലെ. ധൈര്യം മനസ്സിൽ സ്വയം തോന്നേണ്ടതാ. മറ്റാർക്കും അത് പകർന്നു തരാൻ പറ്റില്ല എന്ന് നീ ആദ്യം മനസ്സിലാക്ക്. നിന്റെ ഒരു കാര്യം. വാ കിടക്ക്. എന്നെ നിന്റെ ചേട്ടനെ അവമാനിച്ച് വല്ല എമ്പോക്കിയുടെ കൂടെ ഇറങ്ങിപ്പോയി നീ ഒന്നും ഗതി പിടിക്കില്ലടി. ആ കാമദേവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നീ എന്താ ഉണ്ടാക്കിയേ? കമ്പനിയിലും തട്ടാൻകോപിയുടെ ബ്ലേഡിലും അവൻ പലിശയ്ക്ക് വാങ്ങിച്ച പണത്തിന്റെ കണക്ക് എനിക്ക് അറിയാടി. ചേട്ടത്തിമ്മ കയറിയിരിക്കുക. അവളുടെ ഒരു തക്കാരം. ആ കുറത്തി പറഞ്ഞിട്ടാ ഞാൻ അറിയണേ. മുമ്പ് പറഞ്ഞെങ്കിൽ ഈ നാട്ടിൽ കാലം ഒത്തിക്കില്ലായിരുന്നു. നീ കാരണം ചില്ലറ നാണക്കാടെന്നല്ല ഞങ്ങൾ സഹിക്കണേ. നീ ഇനി അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. അറിഞ്ഞിട്ടുണ്ട് കെട്ടിലമ്മ കൊട്ടാരം വാങ്ങിച്ച് പാർക്ക് തുടങ്ങിയത്. അയാളിവിടെ വന്ന് നിന്നോട് എമ്പോക്കിയുടെ പകരം ചോദിച്ചില്ല അച്ഛോ. എന്നെ ഞൊട്ടി വിളിച്ചോ. മന്ത്രിയുടെ ഗൺമേനപ്പ അയാള് സൂക്ഷിച്ചോ. ഓലപ്പാമ്പ് കാണിച്ച പേടിക്കണ ഒരു കോന്തനുണ്ടല്ലോ വീട്ടില്. നിങ്ങളുടെ നായര് ഈ തീയും പുകയൊക്കെ അവിടെ മതി. പകരം ചോദിക്കാൻ ഗൺമാൻ രാഘവൻ നായരല്ല, മന്ത്രി തന്നെ വന്നാൽ ഇവിടെ പുല്ല. ഏടത്തിയമ്മ ഇപ്പൊ വന്ന വഴിക്ക് തന്നെ പോണം. അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. തന്റെയൊക്കെ തറയെ ചവിട്ടിയാലേ കുളിക്കണം.
കൊപ്രപ്പിണ്ണൊക്കെ എന്താ വഴക്ക് വരാത്തെ? വഴക്ക് ഒന്നുമില്ല. അല്ല എന്തുട്ടിനപ്പ വഴക്കൊക്കെ പറയണേ? പിണക്ക? ഹായ്, എന്തുട്ടിനാ പിണങ്ങണേ? അതല്ല, എന്തോ പ്രശ്നമുണ്ട്. ഒഴിഞ്ഞു മാറി നടത്താം, വലിയ ഗൗരവം. ഡാൻസ് ക്ലാസ് കഴിയുമ്പോ വരാറുള്ളതാണല്ലോ. ഇപ്പൊ കാണാനേ ഇല്ലെന്ന് പറഞ്ഞ പോലെയാ. എന്താ? ഇങ്ങനെയൊക്കെ വരാനും കാണാനും വഴക്കടിക്കാനും നമ്മള് തമ്മിൽ എന്തുട്ട ബന്ധം? ഒന്നുമില്ല. ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആലോചിക്കുമ്പോ ഒരു പിടിയും കിട്ടണില്ലേ? ഞങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. കോളേജിൽ പഠിത്തം, ഡാൻസ്, തറവാട്, പണം, മൂരിനെ നോക്കണേ, ചക്കാട്ടണ കൊപ്രപ്പിണ്ണാക്ക ആരാ? നീ അങ്ങോട്ട് വിളിച്ചോട്. എന്തുട്ടപ്പം ഞാൻ ദേഷ്യം പിടിക്കണേ? ദേഷ്യം പിടിച്ച കൊപ്രപ്പിണ്ണാക്ക് പിണ്ണാക്കല്ലാണ്ടാവോ? മാറിയെടുക്കണു. ശരി തന്നെ ഞാൻ വിചാരിച്ചേ. ഇപ്പോഴല്ലേ മനസ്സിലായേ. പക്ഷെ ആന്റെ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആരില്ലാണ്ടായ പോലെ തോന്നിയത് അറിയോ? കാര്യം കാര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോ എന്തിനാ കരയണേ? എന്ത് ബന്ധമുണ്ടെന്നപ്പോ ഞാൻ പറയാ. കൊപ്പരപ്പിണ്ണാക്കിന്ന് വല്ലപ്പോഴും വിളിക്കണ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. ഇടയ്ക്കൊക്കെ വിളിച്ചോളൂ കേട്ടോ. ഞാനങ്ങോട്ട് വരായിരുന്നു. ചേട്ടായ ഒരു കാര്യം പറയണ്ടായിരുന്നു. ഒരു ബിസിനസ് കാര്യാണേ. എന്താ പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. ചേട്ടായി അറിഞ്ഞാ നമ്മുടെ പട്ടാളം പറഞ്ഞ സ്ഥലം വിട്ടു. കിട്ടേണ്ടത് കിട്ടിയപ്പോ പോകേണ്ടവർക്ക് പോവാലോ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞൊരു വരവ് വരും. അത് സ്ഥിരം പതിവാ. നേരം ഈ വിരല് മടക്കി പിടിക്കണം. ചേട്ടത്തിയാരേ, ഞാനിപ്പോ വരാട്ടോ. ചേട്ടത്തിയാരേ കേക്കണ? കുറച്ച് ചക്കര അങ്ങോട്ട് വീശപ്പോ ഏറെ പിടിച്ചിരുന്നങ്ങോട്ട് അളവിച്ചു. നിനക്കത് നേരത്തെ ചെയ്യാറുന്നില്ലടാന്ന്. എന്നാ പിടിച്ചോ. റേഷൻ കാർഡ്, മണ്ണെണ്ണ പെർമിറ്റ്, കരണ്ട് കാർഡ്. ഇനി ഒരു വീശും കൂടെ അങ്ങോട്ട് വീശിയ ഈ വകുപ്പിനൊക്കെ ഇവിടെ പഠിക്ക കെട്ടിടാം. പക്ഷെ കന്നാലോട് ഇതിലും ഭേദട്ട. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ട് ആന്റപ്പൻ എന്താ കിട്ടണേ? ഇതിപ്പോ എന്തുട്ടാലും കിട്ടാൻ ആളോട് ഉപകാരം ചെയ്യണേ. ഈ ആന്റപ്പൻ ആരുമില്ലേ? പിണ്ണാക്ക്, കൊപ്പര പിണ്ണാക്ക. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ ആവശ്യമാണെന്ന് കാണുമ്പോ തന്നെ ഇവിടെ തണവാ. ആന്റപ്പൻ ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? പൊന്നുപോലത്തെ ഒരു ഇളയപ്പനുണ്ടല്ലോ. പിന്നെ ഞങ്ങളും. ഈ ചേച്ചിയാ അങ്കിളിനെ കൊപ്രപ്പിണ്ണാക്കേന്ന് വിളിക്കണേ. ചിലതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേണ്ട കുട്ടികളെ, ഓരോ മോഹങ്ങളും നേടുമ്പോ അതിനൊപ്പം വലിയ വെല്ലുവിളി ഉണ്ടാവും. നിങ്ങൾക്കൊന്നത് താങ്ങാൻ പറ്റില്ല. പിന്നെ എന്റെ ക്ലാസ് മുടക്കാനുള്ള ഇട വരുത്തരുത്. ആളുകളെ കൊണ്ട് പറയിപ്പിക്കോ? ഇൻസ്റ്റാൾമെന്റ് അങ്കിളെ ടിവി ഉണ്ടാ? ഉണ്ടല്ലോ. ഒരു വാക്കിങ് പറഞ്ഞ നാളേക്ക് നാളെ എത്തിക്കാലോ. 3000 രൂപ ആദ്യം കേട്ടു, പിന്നെ 50 രൂപ ഇൻസ്റ്റാൾമെന്റ് അടച്ച് ടോട്ടല് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിറ്റേലും ഫ്രീ ആയിട്ട് കൊണ്ടരട്ടെ. ഹൈ, ഈ ചേർത്തേരെന്തൊന്നും മിണ്ടാത്തേ. ദാ വരുന്നു, നേരിട്ട് ചോദിച്ചോളൂ. അച്ഛാ, ഇൻസ്റ്റാൾമെന്റ് അങ്കിളെ ടിവി അഡ്ജസ്റ്റ് ചെയ്യത്രേ. വാങ്ങാ. നമുക്ക് ടിവി വാങ്ങച്ചാ. എനിക്ക് ക്രിക്കറ്റ് കാണണം. ഇക്കാലത്ത് ടി വി ഇല്ലാത്ത വീട് കാണാൻ പറ്റില്ലേ? കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ നാളെ ഒന്ന് ഫിറ്റ് ചെയ്യാല്ലേ. 3000 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. താൻ മനുഷ്യനെ വെറുതെ വിടില്ലല്ലേ? ഇപ്പൊ വേണ്ട. കാശ് ഇപ്പൊ ആരാ ചോദിച്ചേ? ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്യും. കാശ് മറ്റന്നാളോ പിറ്റന്നാളോ തന്നാ മതിയെന്ന്. ഇതെവിടുന്നാ ഇപ്പൊ ടി വി ഒക്കെ വാങ്ങാൻ കാശ് രഘുട്ടാ? വേറെ എന്തൊക്കെ വാങ്ങാനുണ്ട് നമുക്ക്? ശരിയാണ്. പക്ഷേ കുഞ്ഞിന്റെ കിങ്ങിണിയുടെ സന്തോഷം കണ്ടോ? അതല്ലാതെ നമുക്ക് വേറെന്താ ഉള്ളത്? കാശൊക്കെ എങ്ങനെയും ഉണ്ടാക്കാം.